നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ NDAക്ക് എന്താണ് ഭാവി, രാഷ്ട്രീയ ഭാവി? അല്ല, നിലമ്പൂർ മണ്ഡലത്തിൽ നേരത്തെ തന്നെ നമ്മൾ NDAയുടെ സാധ്യതകളെ തള്ളിക്കളഞ്ഞതാണ്. ഈ ഞാനൊരു 5000 വോട്ടാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു 5000 വോട്ട് ക്രോസ് ചെയ്തു എന്ന് തോന്നുന്നു. അതെ അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അർത്ഥത്തിൽ NDA അവിടെ പിടിക്കാവുന്ന, കാരണം അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒട്ടും സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി വേണം. തീർച്ചയായും സ്ഥാനാർത്ഥിയെ നിർത്താനാകില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ ഹാർഡ് കോർ പാർട്ടി പ്രവർത്തകരുണ്ട്, പാർട്ടി അനുഭാവികളുണ്ട്, പാർട്ടി കുടുംബങ്ങളുണ്ട്. ഇവരാണ് നാളത്തെ പാർട്ടിയുടെ മണ്ഡലത്തിൽ വളർച്ചയുടെ ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ആ അടിസ്ഥാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു സ്ഥാനാർത്ഥി അവർ തീർച്ചയായും നിർത്തി എന്നുള്ളത് ശരിയാണ്. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ട വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ നമ്പർ വ്യക്തമാക്കുന്നത്. ഒരു 5000 മുതൽ 7000 വരെ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ വലിയ പരിക്കുകളില്ല എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ ഒരു ഭേദപ്പെട്ട രീതിയിലേക്ക് BJP 8536. അതെ, 8536 വോട്ടുകൾ എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിലും അപ്പുറത്തേക്കുള്ള വോട്ടുകളാണ്. പാർട്ടി വോട്ടുകൾ റീറ്റെയിൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും LDFിൻ്റെ വക ന്യായീകരണ ക്യാപ്സ്യൂൾ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. UDF നിലമ്പൂരിൽ മികച്ച വിജയം കാഴ്ചവച്ചിരിക്കുന്നു. LDF തകർന്നടിഞ്ഞിരിക്കുന്നു. ഇതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.